നമസ്കാരം. ചിലർ എത്ര കിട്ടിയാലും പാഠം പഠിക്കില്ലെന്നാണ് പൊതുവെ പറയാറുള്ളത്. രാജ്യങ്ങളുടെ കാര്യമെടുത്താൽ ആ ഒരു വിശേഷണം ചേരുന്നത് പാകിസ്ഥാനായിരിക്കും. ഇന്ത്യക്കായി ചൊറിയുക തിരിച്ച് കണക്കിന് വാങ്ങിക്കുക എന്നതാണ് പാകിസ്ഥാൻ കാലങ്ങളായി തുടരുന്ന രീതി. അങ്ങനെ ഈ അടുത്ത കാലത്ത് അവർക്ക് ഏറ്റവും ശക്തമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടി നൽകിയത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ്. എന്നാൽ പാകിസ്ഥാൻ അതുകൊണ്ട് പാഠം പഠിക്കുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിലെ നഷ്ടങ്ങൾക്ക് പ്രതികാരമായി ജമ്മു കാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണങ്ങൾക്ക് പാക് ഭീകര സംഘടനകൾ കോപ്പുകൂട്ടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് 2 ദിവസം മുൻപാണ്. ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും കൈകോർത്ത് ഒരു പുതിയ ആക്രമണ പദ്ധതി തയ്യാറാക്കുന്നതായിട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചത്. ജമ്മു കാശ്മീരിനെ ലക്ഷ്യമിട്ടുള്ള പാക് ഭീകര സംഘടനകളുടെ നീക്കങ്ങളിൽ ആശങ്കാജനകമായ വർധനവുണ്ടായിട്ടുണ്ടെന്നാണ് പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങളിലൂടെ വെളിപ്പെടുന്നതെന്നാണ് NDTV റിപ്പോർട്ട് ചെയ്യുന്നത്. കശ്മീർ താഴ്വരയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സുരക്ഷാ സേനകളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്താനുമാണ് ഇവർ മുഖ്യമായും പദ്ധതിയിടുന്നത്. ഇത്തരത്തിലൊരു ഇന്റലിജൻസ് മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനിടെ ഇന്നുണ്ടായ ആക്രമണവും ഇതുമായി ബന്ധപ്പെടുത്തി വായിക്കാവുന്നതാണ്. ജമ്മു കാശ്മീരിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 2 ഭീകരരെയാണ് ഇന്ന് സുരക്ഷാ സേന വധിച്ചത്. കുപ്വാരയിലെ കേരൻ സെക്ടറിലായിരുന്നു സംഭവം. നുഴഞ്ഞുകയറ്റം സംബന്ധിച്ച് ഏജൻസികളിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംയുക്ത ഓപ്പറേഷൻ. പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ സൈന്യം എക്സിലൂടെയാണ് ഈ വിവരം പങ്കുവച്ചത്. പ്രത്യേക വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഓപ്പറേഷൻ പിമ്പിൾ ആരംഭിച്ചതായി സൈന്യത്തിന്റെ വൈറ്റ് ചിനാർ കോപ്സ് എക്സിലെ പോസ്റ്റിൽ അറിയിക്കുകയായിരുന്നു. സംശയാസ്പദമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് തിരച്ചിൽ ആരംഭിച്ചത്. ഇതോടെ ഇവർ വെടിയുതിർക്കുകയായിരുന്നു. ഓപ്പറേഷനിൽ 2 ഭീകരരെ അങ്ങനെ വധിക്കുകയും ചെയ്തു. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുകയാണെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. ബുധനാഴ്ച പുലർച്ചെ സമാനമായ രീതിയിൽ ഏറ്റുമുട്ടൽ ഉണ്ടായതിനു ശേഷമാണ് 3 ദിവസങ്ങൾക്ക് ശേഷം ശനിയാഴ്ചയും വീണ്ടും ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ബുധനാഴ്ച കിഷ്ത്വാർ ജില്ലയിലെ ചത്രൂർ പ്രദേശത്താണ് സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. മേഖലയിലെ ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് സുരക്ഷാ ഏജൻസികൾക്ക് പ്രത്യേക രഹസ്യാന്വേഷണം ലഭിച്ചതിനെ തുടർന്നാണ് അവിടെയും നീക്കം ആരംഭിച്ചത്. പാകിസ്ഥാന്റെ ഓരോ ഇഞ്ചും ബ്രഹ്മോസ് മിസൈലിന്റെ പരിധിയിലാണെന്നും ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ മാത്രമാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ്. ഇന്ത്യക്ക് പാകിസ്ഥാന് ജന്മം നൽകാൻ കഴിയുമെന്നത് പോലെ തന്നെ മറ്റെന്ത് ചെയ്യാൻ കഴിയുമെന്നത് ഇപ്പോൾ പറയുന്നില്ല. ട്രെയിലർ പാകിസ്ഥാന് മനസ്സിലായിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ തന്നെ എല്ലാത്തിനും ഉത്തരമുണ്ട്. എന്നിട്ടും പാകിസ്ഥാൻ തീവ്രവാദത്തെ വീണ്ടും പാലൂട്ടി വളർത്തുകയാണ്. ഇതുകൂടാതെ പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക കമാൻഡ് ഘടനയിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനെയും ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട്. ഈ മാറ്റത്തിലൂടെ നിലവിലെ കരസേനാ മേധാവി അസീം മുനീറിന് കൂടുതൽ അധികാരം ലഭിക്കുമെന്നും ഇത് ഭരണകൂടത്തിന്റെ അധികാരത്തിൽ നിന്ന് സൈന്യത്തിലേക്ക് കൂടുതൽ അധികാരം കൈമാറുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭീകര സംഘടനകളെ സംയുക്തമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായി കശ്മീർ താഴ്വരയിൽ പുതിയ ഭീകരരെ റിക്രൂട്ട് ചെയ്യാനും പരിശീലനം നൽകാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കശ്മീരിലെ സമാധാനപരമായ അന്തരീക്ഷത്തിന് വെല്ലുവിളിയാകുമെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നുമാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്തരം സംഘടനകൾക്ക് ഇന്ത്യ വിരുദ്ധ ശക്തികളിൽ നിന്ന് ലഭിക്കുന്ന സഹായത്തെക്കുറിച്ചും സൂചനകളുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ തീവ്രവാദ ശൃംഖലകളുമായി ബന്ധമുള്ളവരെ ലക്ഷ്യമിട്ട് ജമ്മു കാശ്മീരിൽ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ വ്യാപക പരിശോധനയും അറസ്റ്റും നടന്നിരുന്നു. തെക്കൻ കാശ്മീരിലെ കുൽഗാം ജില്ല കേന്ദ്രീകരിച്ച് പോലീസ് ഇതിനോടകം തന്നെ നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നവരെയും അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നവരെയും കണ്ടെത്തുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പോലീസ് ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചത്. കുൽഗാം ജില്ലയിലെ വിവിധയിടങ്ങളിൽ സംയുക്ത പരിശോധനകൾ നടത്തി. അതിർത്തിക്കപ്പുറത്തുള്ള ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തി തീവ്രവാദ ശൃംഖലകൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കുകയും ചെയ്യുന്നവരെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത്. പരിശോധനകളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന നിരവധി പേരെ പിടികൂടാനും സാധിച്ചു. ഇവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നാടൻ തോക്കുകൾ, കമ്പ്യൂട്ടറുകൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുവെന്ന് സംശയിക്കുന്ന രേഖകൾ തുടങ്ങിയവയെല്ലാം തന്നെ ഇതിനോടകം പിടിച്ചെടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ മുതൽ തീവ്രവാദ ഗ്രൂപ്പുകൾ നുഴഞ്ഞുകയറ്റം, രഹസ്യാന്വേഷണം എന്നിവ വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് പുറത്തുവന്ന ഇന്റലിജൻസ് രേഖയിൽ വ്യക്തമാക്കിയിരുന്നു. ഷംഷേർ എന്ന ഭീകരന്റെ നേതൃത്വത്തിൽ ലഷ്കർ ഇ തൊയ്ബ യൂണിറ്റ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വ്യോമ നിരീക്ഷണം നടത്തിയതായി വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ഡ്രോണുകൾ സുപ്രധാനമായ മലനിരകളിലും സുരക്ഷാ ഔട്ട്പോസ്റ്റുകളിലും നിരീക്ഷണം നടത്തിയതായും ചാവേർ ആക്രമണങ്ങൾക്കുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താനോ ആയുധങ്ങളുമായി ആക്രമണം നടത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നും സംശയിക്കപ്പെടുന്നുണ്ട്. ദോഡ, കിഷ്ത്വാർ, ഉധംപൂർ ജില്ലകളിലായി സുരക്ഷാ സേനയും പോലീസും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇതിനോടകം ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തരം ഭീഷണികൾക്കിടയിലും ഭീകരരെ നേരിടാൻ സൈന്യം പൂർണ്ണമായി തന്നെ സജ്ജമാണെന്നാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്.